ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബീട്രൂട്ട് ബാത്തിങ് പൗഡറാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുളിക്കുമ്പോൾ സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊടിയാണിത്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ട് തന്നെയാണ്. ഇത് എന്തിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടിരിക്കാനും ചുളിവുകൾ വരാതിരിക്കാനും എന്നും ചെറുപ്പമായിട്ടിരിക്കാനും കറുത്ത പാടുകൾ മാറാനും നല്ല ഈവണായിട്ടുള്ള സ്കിൻ ടോൺ ഫുൾ ബോഡി വൈറ്റണിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണിത്. അപ്പോൾ നിങ്ങളിനി കുളിക്കുന്ന സമയത്ത് സോപ്പിന് പകരമായിട്ട് ഈ പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി നോക്കുക. നന്നായിട്ട് തന്നെ അഴുക്കും പോയി കിട്ടും. അതിൻ്റെ കൂടെ സ്കിന്ന് നിറം വയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കുന്നതെന്നും ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബാത്തിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം വലിയ ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ അരച്ചെടുത്തിട്ട് കിട്ടുന്ന ആ ഒരു വേസ്റ്റും നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് യൂസ് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ രണ്ടും വേറെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ട് ജ്യൂസ് മാത്രമായിട്ട് ഇപ്പോൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കണം. എങ്കിലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇത് അരച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ചണ്ടി, ആ ഒരു ചണ്ടി വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒട്ടും നനവില്ലാതെ ആ ഒരു വേസ്റ്റ് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാത്തിങ് പൗഡറിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത്. അടിയിൽ പിടിക്കാതിരിക്കാനും കരിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ കുറുക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ 1/4 ഭാഗമായിട്ട് വരണം. അതായത് അതിലുള്ള വെള്ളം ഫുള്ള് വറ്റിയിട്ട് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. സ്കിന്ന് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബീട്രൂട്ട്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. നമുക്കിതൊരു ജ്യൂസ് പോലെയൊക്കെ ദിവസവും കുടിക്കുന്നത് നമുക്ക് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവാം, ബ്ലഡ് സർക്കുലേഷനൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മുടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തന്നെയാണ് ബീട്രൂട്ട്. നമ്മുടെ മുടിക്കാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതാ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ 1/4 ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഒരു 3/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്ര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ഈ ഒരു അരിപ്പൊടിയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്കിലും കുറഞ്ഞ അളവിൽ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കടലമാവാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു 2 സ്പൂൺ അളവിലെങ്കിലും അരിപ്പൊടിയും കൂടെ ചേർത്ത്. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നന്നായിട്ട് മിക്സായി വരും. തണുത്ത ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കോ ജാറിലേക്കോ ഒക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഇതിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. എന്നാൽ പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഉണങ്ങിയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ബാത്ത് പൗഡർ ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാത്ത് പൗഡർ ഇവിടെ റെഡിയായി. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ ബീട്രൂട്ടിൻ്റെ കളറിലേക്ക് മാറി വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്ന പോലെ പെട്ടെന്ന് കഴുകി കളയരുത്. ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങളിതിങ്ങനെ വെക്കുക, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷമാണ് കഴുകി കളയുന്നത്. ഇതൊരു ബാത്തിങ് പൗഡർ മാത്രമായിട്ടല്ലാതെ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലൈവായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഒരൊറ്റ യൂസിൽ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. ഒരു ബ്രൈറ്റണിങ് ഒക്കെ ഒരു ഗ്ലോയിങ് ആയിട്ടൊക്കെ സ്കിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ചെയ്ത് കൊടുത്താൽ അത്രയും തന്നെ റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. അരിപ്പൊടിയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറാൻ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ദിയൂസ് ഹെർബൽസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനും കറുത്ത പാടുകൾ മാറിക്കിട്ടാനും ടോട്ടൽ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതായിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല മസാജ് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ ഒരു 2 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാത്തിങ് പൗഡറാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യുക കേട്ടോ, എല്ലാ ദിവസവും യൂസ് ചെയ്താലേ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുള്ളൂ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാത്തിങ് പൗഡറാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്